അയൽവാസിയായ ഋതുവിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനാണ് അതിക്രൂരമായി ആക്രമിച്ചത് എന്ന് ചേന്ദമംഗലം കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ട ജിതിൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നു. ഋതുവിന്റെ ഭീഷണി പലതവണ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ കയറി വന്ന് ഇത്ര ക്രൂരമായി ആക്രമിക്കുമെന്ന് കരുതിയില്ല. ഭാര്യയും അമ്മയും അച്ഛനും മരണപ്പെട്ടു എന്നറിയുന്നത് ആശുപത്രിയിൽ വച്ചെന്നും ജിതിൻ പറഞ്ഞു. ജിതിന്റെ വാക്കുകളിലേക്കാണ്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കിടക്കണമായിരുന്നു. അപ്പം ചിന്നുവിൻ്റെ ഒച്ചയായിട്ടാണ് ഞാൻ ഹാളിലോട്ട് വന്നത്. അപ്പം ഈ ഋതു എന്ന് പറഞ്ഞവൻ അവളെ തലക്കടിച്ച് വിട്ടതാണ്. അത് കണ്ടാണ് ഞാൻ ചെല്ലണത്. അപ്പം നേരെ അവൻ എൻ്റെ തലക്കടിച്ച് എന്നെ ഒന്നും പറഞ്ഞില്ല, നേരെ അറ്റാക്ക് ചെയ്ത്. അപ്പം തന്നെ എൻ്റെ ബോധം പോയി. അവൻ്റെ ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ലീവിന് വന്നതാണ്. ഞാൻ വന്നതിന് മുമ്പ് ഇവൻ വീടിൻ്റെ ഗേറ്റ് ഒരു കാര്യമില്ലാണ്ട് ചവിട്ടി തുറന്നുണ്ടായി. രാത്രി ചവിട്ടി തുറന്ന് പൊളിഞ്ഞു പോയതാണ് 2 അടിയിൽ സ്ഥലം. പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാനുള്ളതല്ല. കേസ് കൊടുത്തതിനെ ചൊരിക്കും. പിന്നെ അവന് എന്ത് ചെയ്താലും അവിടെ ആരും മിണ്ടൂല. അങ്ങനത്തെ ഒരു ഇതും കൂടി അവനുണ്ടായിരുന്നു. അപ്പം പിന്നെ പറയണ്ടായി 2 വീടും കൂടി നോക്കി വെച്ചിട്ടുണ്ട്. അവരെ പച്ചക്ക് കത്തിക്കുമെന്ന് പറയണ്ടായി, വീട് തീർന്നു പറയണ്ടായി. നമുക്കൊന്നും ചെയ്യാനുള്ള സാവകാശം പോലും തന്നില്ല. നേരെ തലക്കടിച്ച പിന്നെ അറിയാല, ബോധം പോവും. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. സഹിന, ജിതിന്റെ വാക്കുകളിൽ ആ സങ്കടവും നിസ്സഹായതയും ഒക്കെ നമുക്ക് വ്യക്തമാവുന്നതാണ്. അന്ന് ഈ തലയോട്ടിക്കൊക്കെ അതിക്രൂരമായി പരിക്കേറ്റ് പലവട്ടം ശസ്ത്രക്രിയയൊക്കെ നടത്തി ഒടുവിൽ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ജിതിൻ, അല്ലേ? തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കാരണം ജിതുവിൻ്റെ ഓർമ്മയിൽ ജിതിൻ്റെ ഭാര്യ വിനീഷ, കൂടാതെ ഭാര്യ മാതാവ് ഉഷ, ഭാര്യയുടെ പിതാവ് വേണു, ആ 3 പേരാണ് മരണപ്പെട്ടത്. ആ മരണപ്പെട്ടത് പോലും ജിതിൻ അറിയുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. അന്ന് നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തെ തന്നെ, കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായൊരു കൊലപാതകമായിരുന്നു ചേന്ദമംഗലം കൂട്ടക്കൊലപാതകം. അയൽവാസിയായ ഋതു എന്ന് പറയുന്ന യുവാവ് വൈകുന്നേരത്തോടു കൂടി ആ ചേന്ദമംഗലത്തെ ജിതിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ ഇരുമ്പ് ദണ്ടുകൊണ്ട്, മോട്ടോർ ബൈക്കിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിൽ തന്നെ ആദ്യം ഇപ്പോൾ ജിതിൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം ആക്രമണം ഏൽക്കുന്നത് ജിതിൻ്റെ ഭാര്യ വിനീഷയ്ക്കാണ്. വിനീഷ തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ജിതിനെ ആക്രമിച്ചു. അതിനുശേഷമാണ് ഭാര്യ മാതാവ് ഉഷയെയും ഭാര്യ പിതാവ് വേണുവിനെയും ആക്രമിക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ഈ ആക്രമണത്തിനുള്ളൊരു കാരണമായി ജിതിൻ പറയുന്നത് ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ്. പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. പോലീസിനെതിരെ നിരന്തരമായ ആക്ഷേപമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ആ ജിതിനും പറഞ്ഞു വയ്ക്കുന്നത്. കാരണം പരാതി കൊടുത്തിട്ട് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബത്തിന് വലിയ നഷ്ടം സംഭവിക്കില്ലായിരുന്നു. മാത്രമല്ല, ഇയാൾ ഇത്തരത്തിൽ അതിക്രൂരമായി ആക്രമണം നടത്തുന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ പരാതി നൽകില്ല എന്നാണ് ജിതിൻ പറയുന്നത്. ആ വീട് വിറ്റ് മറ്റെങ്ങോട്ടെങ്കിലും പോയേനെ. കാരണം ഇയാളൊരു നിരന്തര ശല്യക്കാരനായിരുന്നു. ആ പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഇയാളെക്കൊണ്ട് ശല്യമായിരുന്നു. വീടുകൾ തല്ലി തകർക്കുക, സ്ത്രീകളെ അധിക്ഷേപം പറയുക, ഭാര്യമാരെക്കുറിച്ച് അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളെക്കുറിച്ചെല്ലാം മോശമായി പറഞ്ഞു നടക്കുക. ജിതിൻ്റെ ഭാര്യയെക്കുറിച്ചും വളരെ മോശമായി ഇയാൾ ചുറ്റുപാടും സംസാരിച്ച് കടന്നിരുന്നു. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പരാതി നൽകാൻ തയ്യാറായത്. ആ പരാതി നൽകിയത് വലിയ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ്. ജിതിൻ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട് ഇക്കാര്യമെല്ലാം തുറന്നു പറയുന്നത്. സേതു, ശരി സഹീൻ. അദ്ദേഹം ഈ ജിതിൻ വീണ്ടും ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരട്ടെ. ജിതിനും 2 പെൺമക്കളും മാത്രമാണ് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഋതു, അയൽവാസി ഋതുവിൻ്റെ ആക്രമണത്തിൽ ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ നഷ്ടപ്പെട്ടയാളാണ് ജിതിൻ.